നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പതനത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. എന്നാലും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും യാതൊരുവിധ കുറവുമില്ല. ആ പാർട്ടിയിൽ എന്നും തമ്മിത്തല്ലും ചേരിപ്പോരും മാത്രമാണ്. മുതിർന്ന നേതാക്കൾ മുതൽ എന്തിനധികം പറയുന്നു, അണികൾക്കിടയിൽ പോലും അധികാരമോഹം മാത്രമാണ്. പ്രവർത്തക സമിതിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ പോലും രമേശ് ചെന്നിത്തലയുടെ എന്താണ് അവർ കാണിച്ചത്? അദ്ദേഹത്തിനെ വെറും ഒരു ക്ഷണിതാവാക്കി മാത്രം ഇരുത്തി ഒരു മൂലയ്ക്കൊതുക്കി. അതെല്ലാം നമ്മൾ കണ്ടതുമാണ്, കേട്ടതുമാണ്. അതേപോലെ സുധാകരനും സതീശനുമാകട്ടെ എങ്ങനെ മുഖ്യമന്ത്രി കസേര ലഭിക്കുമെന്ന ആലോചനയിലുമാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുകയാണ് ആ ഒരു കസേരയ്ക്ക് വേണ്ടി. പിന്നെ കേരളത്തിൽ നിന്നും ജയിച്ചു പോകുന്ന കോൺഗ്രസ് എംപിമാരാകട്ടെ പോയാൽ പോയ വഴിയാണ്. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി അവരെ. ആ ഒരു ഗതികേടിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്ത ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. പല ആവർത്തി അത് നമ്മൾ കണ്ടതാണ്. അതിനെപ്പറ്റി തുറന്നു പറഞ്ഞുകൊണ്ട് പത്മജ വേണുഗോപാലും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സൗന്ദര്യമുള്ള സ്ത്രീകൾ കോൺഗ്രസിൽ സുരക്ഷിതരല്ല എന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ വേണ്ടത്ര പരിഗണന കൊടുക്കാറുമില്ല. എന്തായാലും ഇതെല്ലാം സഹിച്ചാണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേക്കേറിയതും. അന്നും അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു കോൺഗ്രസ്. സൈബർ ലോകമാകട്ടെ അവരെ കടന്നാക്രമിച്ചു. എന്തും എവിടെയും തുറന്നു പറയാനുള്ള ധൈര്യം അന്നും പത്മജ വേണുഗോപാൽ കാണിച്ചിട്ടുണ്ട്. ഇന്നും സ്ഥിതി മറ്റൊന്നുമല്ല. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പത്മജ ഇട്ടൊരു പോസ്റ്റ് തരംഗമാകുകയാണ്. എന്തായാലും അത് ചിലരുടെയെങ്കിലും ഉറക്കം കെടുത്തുന്ന പോസ്റ്റ് തന്നെയാണ്. എന്തായാലും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിമർശിച്ചുകൊണ്ടുമൊക്കെ ഒരുപാട് കമന്റുകളും ആ പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് നോക്കാം. നരേന്ദ്രമോദിയും BJP-യും എത്രയോ ജനാധിപത്യപരമായാണ് അർഹതയുള്ളവർക്ക് സ്ഥാനങ്ങൾ തിരഞ്ഞു നൽകുന്നത് എന്നതിന് തെളിവാണ് ശ്രീ ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം. വർഷങ്ങളായി BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ച ജോർജ് കുര്യന്റെ മഹത്വം മനസ്സിലാക്കി BJP മന്ത്രിയാക്കി. ഇനിയും ജോർജ് കുര്യന് രാജ്യസഭാ സീറ്റ് നൽകും. പക്ഷെ കോൺഗ്രസിൽ രാജ്യസഭാ സീറ്റ് ലഭിക്കുന്നത് എങ്ങനെയാണ്? കരുണാകരന്റെ മാനസപുത്രിയായി വളർന്ന് കരുണാകരനോട് ഏറ്റവും വഞ്ചന കാണിച്ച കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് രാജ്യസഭാ സീറ്റ് ലഭിക്കും. കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചതിച്ചത് വർഷങ്ങളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് വളർന്നു വന്ന സാധാരണക്കാരായ M. ലിജുവിനോ സതീശൻ പാച്ചാനിക്കോ അവരെ പോലെയുള്ളവർക്കോ ഒക്കെ അത് ലഭിക്കുമെന്ന്. ഞാൻ വളരെ ബഹുമാനത്തോടെ കാണുന്ന KPCC പ്രസിഡന്റ് സുധാകരേട്ടന്റെ ആഗ്രഹവും M. ലിജുവിനോ സതീശൻ പാച്ചാനിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള അർഹരായവർക്ക് നൽകണം എന്നത് തന്നെയായിരുന്നു. പക്ഷേ കോൺഗ്രസിൽ അഖിലേന്ത്യാ നേതാവ് രാജ്യസഭാ സീറ്റ് നൽകിയതോ? അഖിലേന്ത്യാ നേതാവ് നാളുകൾക്ക് മുൻപേ തന്നെ തനിക്ക് താല്പര്യമുള്ള ഒരാളെ മനസ്സിൽ കരുതി വെക്കുന്നു. വളരെ രഹസ്യമായി ആ വ്യക്തിയെ സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുന്നു. ഒടുവിൽ സൂത്രത്തിൽ സോണിയാഗാന്ധിയെ കൊണ്ട് ഒപ്പിടി വെച്ച് തീരുമാനം പ്രഖ്യാപിക്കുന്നു. ഒരു നേതാവിന്റെ ഇഷ്ടക്കാർക്ക് മാത്രം സ്ഥാനങ്ങൾ ലഭിക്കുന്ന രീതിയാണ് ഇന്ന് കോൺഗ്രസിലുള്ളത്. യാതൊരു ജനാധിപത്യവും ഇല്ലാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് ഇന്ന് മാറിയിരിക്കുന്നു. BJP-യിൽ നടക്കുന്ന ജനാധിപത്യത്തിന് തെളിവാണ് ശ്രീ ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം. നരേന്ദ്രമോദി എന്ന നേതാവ് എത്രയോ കൃത്യമായാണ് അർഹതയുള്ളവർക്ക് സ്ഥാനങ്ങൾ നൽകുന്നത് എന്നതിന് തെളിവാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം. ഇതായിരുന്നു പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. അർഹതപ്പെട്ടവന്റെ കൈകളിലേക്ക് സ്ഥാനമാനങ്ങൾ നൽകുക തന്നെ വേണം. അതിൽ BJP കൈക്കൊള്ളുന്ന നയം അഭിനന്ദനീയം തന്നെയാണ്. പത്മജ വേണുഗോപാൽ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു.